അതുകൊണ്ട് ഞാൻ എൻ്റെ പദവിശീലങ്ങൾ തെറ്റിക്കാൻ. രേഷ്മ, നിന്റെ അങ്ങനെ എന്റെ വീട്ടിലുണ്ട്. ഇപ്പൊ ഇറങ്ങിക്കോണം എന്റെ റൂമിൽ നിന്ന്. നിന്റെ ദുഷിച്ച കൈ കൊണ്ട് എന്റെ തൊട്ടല്ലേ എന്നെ കൊള്ളൂ. മോളെ 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 എഴുന്നേക്ക്. മോളെ മോളെ എഴുന്നേക്ക്. എൻ്റെ കൃഷ്ണ, സ്വപ്നമായിരുന്നല്ലേ? ഇന്ന് നിന്നെ പെണ്ണ് കാണാൻ വരുന്ന ദിവസമല്ലേ? വേഗം കുളിച്ച് റെഡിയായി വാ. വന്ന് കാപ്പി കുടിക്കാം. റെഡിയായി വാ. അമ്മേ, എനിക്ക് കല്യാണം വേണ്ട. നീ എന്തായി പറയുന്നേ? കല്യാണം വേണ്ടെന്നോ? നീ എന്താ സന്യസിക്കാൻ പോകുന്നോ? അതല്ല അമ്മേ, ഇപ്പോൾ വേണ്ടാന്ന് പറഞ്ഞു. അത് സാരമില്ല. ഇന്നവര് വന്ന് കണ്ടിട്ട് ഇന്ന് തന്നെ നിന്നെ കൂട്ടിക്കൊണ്ട് പോകുന്നില്ലല്ലോ. ആദ്യം അവര് വന്ന് കാണട്ടെ. അവരോട് വരാൻ പറഞ്ഞതല്ലേ. മോള് പോയി കുളിച്ചിട്ടോ. അവൾ എഴുന്നേറ്റില്ലേ ഇതുവരെ? അതെ, മോൾക്കിപ്പൊ കല്യാണം വേണ്ടാന്ന്. അതെന്താ അങ്ങനെ? ഞാൻ ചോദിച്ചോളാം. നീ തൽക്കാലം ഒന്നും പറയണ്ട. ഇപ്പൊ തന്നെ 10 മണിക്ക് പെണ്ണ് കാണാൻ വരുമെന്നാ പറഞ്ഞിരുന്നു. 9 ആകാറായി. നീ പോയി ഗ്രീഷ്മയെ കൂടി ചായ കുടിക്കാൻ വിളിക്കും. മോൾ എന്താ ഇപ്പൊ കല്യാണം വേണ്ടെന്ന് പറഞ്ഞേ? അച്ഛാ, കല്യാണം വേണം, അതിപ്പോ വേണ്ട. നിനക്കെന്താ? നീ പെണ്ണല്ലേ? കല്യാണം വേണ്ടാന്ന് പറയാൻ നിന്റെ പ്രശ്നം എന്താ? എനിക്കൊരു ജോലി കിട്ടിയിട്ട് മതി കല്യാണം. അല്ലാതെ ചേച്ചിയെ പോലെ ജോലി ഇല്ലാതെ അല്ല. അത്രേ ഉള്ളൂ കാര്യം? അത് നല്ല കാര്യമല്ലേ? ജോലിയൊക്കെ നമുക്ക് ശരിയാക്കാം. ജോലിയൊന്നുമില്ലേലും കല്യാണം കഴിക്കാലോ. അതിനുശേഷം ജോലി നോക്കാം. അതങ്ങനെ എല്ലാവരും പറയും. ഏട്ടൻ തന്നെ കഷ്ടപ്പെടുന്നത് നമ്മൾ കാണുന്നില്ലേ? പണി കുറവായിട്ട് ചേച്ചിക്ക് ആ ഒരു ചിന്ത പോലും ഇല്ല. ഞാനൊന്നും പറയുന്നില്ല. എന്തായാലും അവരൊന്ന് നിന്നെ കണ്ടിട്ട് പോട്ടെ. അതെ, മോളൊന്ന് പോയി ഒരുങ്ങി. ആ അടി, ദേ അവരെത്തി. ആ, നമസ്കാരം. ആ, എന്തൊക്കെയാ വിശേഷം? ആ, വരണം വരണം. വാ വാ, കയറിയിരിക്കെ. വരണം വരണം. ഇരിക്കൂ. ആ, വഴി അറിയാൻ ബുദ്ധിമുട്ടൊന്നും ആയില്ലല്ലോ? ആ ഇരിക്കും മോനെ, ഇരിക്കും. ഞാൻ മോളെ വിളിക്കാം. നിങ്ങളിരിക്കും. വെറുതെ അല്ല ഈ ഓളെ തന്നെ വേണമെന്ന് പറഞ്ഞ് വാശിടിച്ച്. നല്ല സാമ്പത്തികമുള്ള ടീമാണല്ലേ? അതെ, അച്ഛൻ നല്ല ജോലി ഉണ്ടെന്നാ തോന്നുന്നത്.
അവളെ കണ്ടാൽ നിങ്ങളതെല്ലാം മാറ്റി പറയും. അവളൊരു പാവമാണ്, കൂടുതൽ സംസാരിക്കില്ല. അതുകൊണ്ടാണ് ഞാൻ അവളെ ഇഷ്ടപ്പെട്ടതും പിന്നാലെ നടന്നതും. അതവിടെക്കട്ടെ, കുട്ടി വരട്ടെ, എന്നിട്ട് ബാക്കിയുള്ള കാര്യം പറയാ. പിന്നെ നേരത്തെ കയറി വരുമ്പോളേ വണ്ടി ഒന്ന് തട്ടാൻ വേണ്ടി പോയിരുന്നു. ഒന്ന് ശ്രദ്ധിച്ചോളൂ. തിരിച്ചു പോകുമ്പോളേ ആ വളവ് ശരിയില്ല, ഒന്ന് ശ്രദ്ധിച്ചോളൂ. കൊടുക്കുമോളെ. ആ മോളിങ് വാ. ഇതാണ് ഇളയ മോള്. എന്താ പേര്? റീമ. എത്രല്ല പഠിക്കുന്നേ? 8ല. ഏത് സ്കൂളിലാ? ഇവിടെ സെന്റ് ജോസഫിലാ. ട്യൂഷൻ കഴിഞ്ഞ് വരുന്ന വഴിയാ. ചെല്ലു മോളെ. ആ മോ അകത്തേക്കില്ലേ? ഇത് അവരുടെ സമയമാണല്ലോ. ആദ്യം എന്നെ കണ്ടിട്ടുണ്ടോ? ഒരിക്കൽ കണ്ടിട്ടുണ്ട്, പക്ഷേ എനിക്ക് കല്യാണം ഇഷ്ടമല്ല. അയ്യോ, എന്നെ അല്ലേ? എന്നാലൊക്കെ. അങ്ങനെയല്ല, നിങ്ങളെ എനിക്കിഷ്ടാ. ഞാനും ശ്രദ്ധിച്ചിട്ടുണ്ട് നിങ്ങളെ. പക്ഷേ എനിക്കിപ്പോൾ കല്യാണം വേണ്ട. അതെന്താ അങ്ങനെ? എനിക്കൊരു ജോലി കിട്ടിയിട്ട് മതി കല്യാണം. നിന്നെ അത്രയേറെ ഇഷ്ടമാണ്. അതുകൊണ്ടാണ് ഞാൻ കാണാൻ വന്നതും ഇനി ഞാൻ കാത്തിരിക്കാനും തയ്യാറാണ്. നിനക്ക് ജോലി കിട്ടാനും ഞാൻ സഹായിക്കാം. ഇത് ഞാൻ ജോലി ചെയ്യുന്ന വേറെ ബ്രാഞ്ചിൻ്റെ നമ്പറാണ്. ഈ നമ്പറിൽ വിളിച്ച് ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യുക. എന്നാൽ ഓക്കെ. ചെക്കനെ എനിക്ക് ഇഷ്ടായോ? ഒരു ഭംഗിയില്ലാത്ത ചെക്കൻ. ആ ഭംഗിയുള്ളതാ, ഇംഗ്ലീഷ് പരസ്യം. എന്നാ ഞാൻ അവരെ വിളിച്ച് പറയട്ടെ. മോളെ, അത് വേണ്ടായിരുന്നു. ചെക്കന് നല്ല ജോലിയുണ്ടല്ലോ. അപ്പോ ചെക്കന് നിന്നെ ഇഷ്ടമായില്ലേ? എത്ര നല്ല ജോലിയായാലെന്താ, ചെക്കനെ കാണാൻ ഒരു ഭംഗിയില്ല. അതാ രേഷ്മ ചേച്ചിയുടെ അനിയൻ. അവര് പോയോ? ആ, അവര് വന്നിട്ട് പോയി. ഒരു ഭംഗിയില്ലാത്ത ചെക്കൻ. മോനെ, നീ ചിക്കൻ വാങ്ങിച്ചോ? അമ്മ, അത് ഞാന് അത് മോൻ വാങ്ങിയിട്ടില്ല, അച്ഛൻ പോയി വാങ്ങിച്ചോളൂ. ഞാൻ പോയി വാങ്ങിച്ചിട്ട് വരാം. ഒരു ചായ കാട്ടിയാ. മോളിന്ന് നേരത്തെ എണീറ്റോ? ആ, അച്ഛൻ പോയി. അവര് ഇന്റർവ്യൂവിന് പോയതാ. അവരൊന്നും ഇന്റർവ്യൂവിന് പോയിട്ട് ഒരു കാര്യമില്ല. അതെ അമ്മേ, എനിക്ക് ജോലി കിട്ടി. ആദ്യം ട്രെയിനിങ്, നാളെ തന്നെ ചെല്ലാൻ പറഞ്ഞു. ചേച്ചി എവിടെ അമ്മേ? ഞാനിവിടെ തന്നെ ഉണ്ട്. അതെ, ഒരു സന്തോഷ വാർത്ത. എനിക്ക് ജോലി കിട്ടി. ആ, കിട്ടിയോ? എന്നാൽ എനിക്ക് വന്ന് കല്യാണം കഴിക്കാലോ.
അതായിരിക്കില്ല. ആദ്യം ജോലി കിട്ടട്ടെ. ഇപ്പോൾ ട്രെയിനിങ് പീരീഡാണ്. പെർമനൻ്റ് ആവട്ടെ, എന്നിട്ട് നോക്കാം കല്യാണം. പുറത്താരോ വന്നിട്ടുണ്ടല്ലോ, ഒന്ന് നോക്കിയേ മോളെ. ആ മക്കള് വന്നോ? അപ്പൂപ്പൻ്റെ കുഞ്ഞുവാവ ഉണ്ടല്ലോ. വാ മോളെ, ആ കയറുമോനെ.